മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കർഷകന് കൂടുതൽ വരുമാനം നേടാനാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് എലപ്പള്ളി പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൃഷിഭവനിലൂടെ സ്വീകരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പനയ്ക്കായി കേരള ഗ്രോ സ്റ്റോഴ്സ് എന്ന ബ്രാൻഡിൽ സംസ്ഥാനത്ത് ഷോറൂമുകൾ തുറക്കുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത മാസം തിരുവനന്തപുരത്ത് ആദ്യ ഷോറൂം തുറക്കും. എലപ്പള്ളി കൃഷിഭവന് കീഴിലുള്ള വിവിധ കൃഷിക്കൂട്ടങ്ങൾ പരമ്പരാഗതവും ഔഷധ പ്രാധാന്യമുള്ളതുമായ വിവിധയിനം നെൽവിത്തുകൾ കണ്ടെത്തി കൃഷി ചെയ്ത് മൂല്യവർദ്ധിത പൈതൃക അരികളുണ്ടാക്കുന്നുണ്ട്. വിവിധ കൃഷിക്കൂട്ടങ്ങളുമായി സഹകരിച്ച് പൈതൃക ഇനം അരിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ മുഖേന നടത്തുന്ന വിപണനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മഞ്ഞൾ നമ്മൾ ഉണ്ടാക്കി വിറ്റു, അല്ലെങ്കിൽ 1 കിലോ നെല്ലുണ്ടാക്കി വിറ്റു. ആ പൈസയ്ക്ക് നമുക്കൊരു അരി കിട്ടില്ല. 1 കിലോ നെല്ലിന്റെ പൈസയേക്കാൾ കൂടുതലാണ് നെല്ല് കൊണ്ടുണ്ടാവുന്ന അടുത്ത പ്രോഡക്റ്റ് വരുന്ന അരി. ഇനി പുട്ടുപൊടിയിലേക്ക് പോയാൽ അതിനേക്കാൾ വേറെ വീണ്ടും വില കൂടുകയാണ്. ഞാൻ പറഞ്ഞത് ഈ സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറയുന്ന കൃഷിയുടെ 2ാം ഘട്ടത്തിൽ വരുന്ന കാര്യം സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന് പറയുന്നതാണ് പൈസ കൂടുതലായി കിട്ടുന്നത്. ഇത് നമ്മൾ കാലങ്ങളായി കർഷകർ അധികം ശ്രദ്ധിക്കാത്ത കാര്യമാണ്. കൃഷിക്കാരന് വലിയ ആർത്തിയൊന്നുമില്ല, അവരുടെ കാര്യങ്ങൾ നടന്നു പോകണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിൽമ ചെയർമാൻ KS മണി ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. മലമ്പുഴ MLA A പ്രഭാകരൻ അധ്യക്ഷനായി. നാളികേരം മൂല്യവർദ്ധിത വിപണന കേന്ദ്രം, ഇളനീർ പാർലർ, പാറ അങ്ങാടിയിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക് ഉദ്ഘാടനം, കാർബൺ ന്യൂട്രൽ കൃഷിക്കൂട്ടം പ്രഖ്യാപനം, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും മന്ത്രി നടത്തി. എലപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു ആമുഖ പ്രഭാഷണം നടത്തി. മുതിർന്ന കർഷകനും കേരകേസരി അവാർഡ് ജേതാവുമായ A വേലായുധനെ ചടങ്ങിൽ ആദരിച്ചു. ആത്മ ഡയറക്ടർ PA ഷീന പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M പത്മിനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S സുനിൽകുമാർ, MRDF ട്രസ്റ്റ് ഡയറക്ടർ K ശന്താമര, VV ബാലചന്ദ്രൻ, S സനോഷ്, MN പ്രദീപൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. കൃഷി ഓഫീസർ BS വിനോദ് കുമാർ നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.